ഭഗവാന്റെ അതിദിവ്യമായ അതിമനോഹരങ്ങളായ അവതാരങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഭഗവാൻ ഹരിയായി അവതരിച്ചു, ഭഗവാൻ കൂർമ്മമായി അവതരിച്ചു, അജിതനായി, മോഹിനിയായി, ധന്വന്തരിയായി എന്ന് വേണ്ട ഭഗവാന്റെ വാമനാവതാരവും മത്സ്യാവതാരവും വരെ നമ്മളിതാ കേട്ട് ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഭഗവാന്റെ നരസിംഹാവതാര കഥ പാടുന്ന സാക്ഷാൽ നാരദ മഹർഷി പാണ്ഡവന്മാരിൽ അഗ്രജനായിരിക്കുന്ന ആ ധർമ്മപുത്രരെ സാക്ഷിയാക്കി പറഞ്ഞു, യൂയം നിർലോകേപദ ഭൂരിഭാഗ ലോകം പുനാനാ മുനയോഭിയന്തി യേഷാം ഗൃഹാനാ വസതീതി സാക്ഷാൽ ഗൂഢം പരം ബ്രഹ്മമനുഷ്യലിംഗം സവാ അയം ബ്രഹ്മമഹദ്വിമൃഗ്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃദ്വഖലു മാതുലേയ ആത്മാർഹണീയോ വിധികൃൽ ഗുരുശ്ച നയസ്യ സാക്ഷാൽ ഭവപത്മജാദിഭീരൂപം ധിയാ വസ്തുതയോപവർണിതം മൗനേന ഭക്തിയോപശമേന പൂജിത പ്രസീദതാമേഷ സ സാത്വതാം പതി എന്ന് പറഞ്ഞ് അവിടെ യഥാ സമർപ്പിച്ചു. അപ്പൊ നരസിംഹാവതാരത്തിന്റെ അവസാനത്തിലും അത് കഴിഞ്ഞ് സപ്തമസ്കന്ധത്തിന്റെ സമർപ്പണ അധ്യായത്തിലും 2 തവണ ഇതേ ശ്ലോകങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ധർമ്മപുത്രരോട് പറയുകയാണ്, യൂയം നിർലോകേപദ ഭൂരിഭാഗ, നിങ്ങളാണ് ഈ മനുഷ്യലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ആളുകൾ. കാരണം എന്താ? ആ ഭഗവാൻ, കപടമാനുഷവേഷം കെട്ടിയ ഭഗവാൻ നിങ്ങളുടെ കൂട്ടുകാരനായി, നിങ്ങളുടെ വീട്ടുകാരനായി, നിങ്ങളുടെ സൂതനായി, നിങ്ങളുടെ ദൂതനായി, രാജസൂയ യാഗവേദിയിൽ നിങ്ങളുടെ പരിചാരകനെ പോലെ നിന്നില്ലേ ആ ഭഗവാൻ? ഇതിൽ പരം ഭാഗ്യം എന്താ വേണ്ടത്? ഋഷീശ്വരന്മാര് മാത്രമല്ല, അതിനും അപ്പുറം സാക്ഷാൽ മഹാദേവനും പത്മജനായിരിക്കുന്ന ബ്രഹ്മാവുമൊക്കെ ആരെയാണോ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്, ആരെയാണോ പൂജിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഭക്തി കൊണ്ടും ഉപശമം കൊണ്ടും മൗനം കൊണ്ടുമൊക്കെ ആരെ പൂജിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞും കൊണ്ടാണ് ആ രംഗം അവിടെ ഉപസംഹരിച്ചത്. അതിൽ ഭഗവാന്റെ നരസിംഹാവതാര രംഗത്തിനു ശേഷം ത്രിപുരദഹനം എന്നുള്ളൊരു കഥ, സാക്ഷാൽ മഹാദേവൻ ത്രിപുരന്മാരെ നിഗ്രഹിക്കാൻ പുറപ്പെട്ടപ്പോൾ അവർ വീണ്ടും വീണ്ടും ജനിച്ചു വന്നപ്പോൾ സിദ്ധജലത്തിൽ ആ മരിച്ചവരെയൊക്കെ കൊണ്ടുവന്നിടണു, അവർക്ക് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടണു എന്ന് വന്നപ്പോൾ ആ മഹാദേവനും ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചു. പാദാരവിന്ദം അത് സംസാരത്തിന്റെ മറുകര കടക്കാനുള്ള തോണിയാണ് എന്ന് തിരിച്ചറിഞ്ഞ, സകല ആപത്തുകളെയും ഇല്ലാതെയാക്കുന്നതാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കി ഭഗവാനെ വിചാരിച്ചതും ഭഗവാൻ ഒരു പശുവായും, ഇനി ഭഗവാൻ പശുപാലകനായിട്ട് അവതരിക്കുന്നത് കാണാം. അപ്പോൾ അവിടെ പശുവായിട്ട് ഭഗവാൻ അവതരിച്ചു. സത്യത്തിൽ എല്ലാം ഭഗവാൻ തന്നെ. അങ്ങനെ പശുവായി അവതരിച്ചു ഭഗവാൻ. അതോടൊപ്പം തന്നെ ബ്രഹ്മാവിനെ പശുക്കുട്ടിയായി, തൻ്റെ പുത്രൻ തന്നെയാണ്, തൻ്റെ നാഭീകമലത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവിനോട് പറഞ്ഞു പശുക്കുട്ടിയായിട്ട് വരാൻ. 2 പേരും കൂടി വന്ന് ആ സിദ്ധജലം നിറച്ച കുളം മുഴുവൻ അത് കുടിച്ചു വറ്റിച്ചു. അസുരന്മാരെ തോൽപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ത്രിപുരദഹനം എന്നുള്ള കഥ. അതിനുശേഷം പിന്നീട് വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഏതു വർണ്ണത്തിൻ്റെയും ഏത് ആശ്രമത്തിൻ്റെയും ലക്ഷ്യം ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്നിനേക്കാൾ ശ്രേഷ്ഠമെന്നോ മറ്റൊന്ന് വളരെ താഴെയുള്ളത് എന്നോ ചിന്തിക്കാൻ പാടില്ല. രണ്ടും പാടില്ല എന്നാണ്. നമുക്ക് സുപ്പീരിയോറിറ്റിയും പാടില്ല, ഇൻഫീരിയോറിറ്റിയും പാടില്ല. പിന്നെ എന്ത് വേണം? എല്ലാം ആ ഭഗവാന്റെ കാരുണ്യമാണ് എന്ന തോന്നലാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ഈശ്വരൻ നമുക്ക് നൽകിയ ഈ ജന്മത്തെ, അതിനെ സാർത്ഥകമാക്കാൻ പാകത്തിന്, മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ, സമാജത്തിന് ഏറ്റവും പുണ്യം നൽകുന്ന രീതിയിൽ, നന്മ നൽകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക. ഇതാണ് വേണ്ടത്. ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നതും അതാണ്. നല്ലൊരു മനുഷ്യനാവുക, നല്ലൊരു ഭക്തനാവുക. നല്ല മനുഷ്യനായാൽ നല്ല ഭക്തനായി. അപ്പം അതുകൊണ്ട് ഇവിടെ ആ ഭഗവാന്റെ കഥകൾ അഷ്ടമസ്കന്ധത്തിലേക്ക് എത്തുമ്പോൾ മന്വന്തരം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്നതാണ്.
ഓരോ മന്വന്തരത്തിലും 71 ചതുർയുഗം ഒരു മനുവിൻ്റെ കാലം. അപ്പോൾ അത്രയും 1000 ദിവ്യ സംവത്സരങ്ങൾ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ 71 ചില്വാനം വരും, 71 ചില്വാനം ആ കാലം വരും എന്ന് പറയും. അങ്ങനെ ഓരോ മന്വന്തരത്തിലും ഭഗവാൻ ഓരോ തരത്തിൽ അവതാരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ മന്വന്തരം സ്വയംഭുവ മന്വന്തരം. ആ മന്വന്തരം സ്വയംഭൂവായ ബ്രഹ്മാവിൽ നിന്നുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ആ മനുവിന് സ്വയംഭുവ മനു എന്ന് പറഞ്ഞത്. മനുവിൻ്റെ പത്നിയാണ് ശതരൂപ. അവർക്ക് 5 പുത്രന്മാരാണ്, 5 മക്കളാണ്. പ്രിയവ്രതൻ, ഉത്താനപാതൻ എന്നിങ്ങനെ 2 പുത്രന്മാരും ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെ 3 പുത്രിമാരും. അതിൽ ആകൂതിയെ വിവാഹം ചെയ്തത് രുചിപ്രജാപതിയാണ്. ആ രുചിപ്രജാപതിക്ക് ഉണ്ടായ പുത്രനെ മനുവിന് തന്നെ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അതുകൊണ്ട് പുത്രികാധർമ്മം അനുസരിച്ച് വിവാഹം ചെയ്തു എന്നാണ് അതിന് പറയുക. തങ്ങൾക്കുണ്ടാവുന്ന ആൺകുട്ടിയെ തൻ്റെ ഭാര്യാപിതാവിന് തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ആ നിർദ്ദേശത്തോടു കൂടി വിവാഹം നടത്തുക. അങ്ങനെയാണ് രുചിപ്രജാപതി ഉണ്ടായത്. അവിടെ ഭഗവാൻ രുചിപ്രജാപതിയുടെയും ആകൂതിയുടെയും പുത്രഭാവത്തിൽ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. ഭഗവാൻ ഒരു ഇരട്ട സഹോദരിയുണ്ട്, ദക്ഷിണ എന്നാണ് പറയുന്നത്. അപ്പം ഈ ദക്ഷിണ ലക്ഷ്മി ഭഗവതിയുടെ അവതാരമാണ്, യജ്ഞൻ ഭഗവാന്റെയും അവതാരമാണ്. ഇപ്പം നിത്യദമ്പതികളാണ് അവർ. ഇപ്പം സഹോദരി സഹോദരന്മാരായി അവതരിച്ചു അല്ലെങ്കിൽ അഭിനയിച്ചു, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ വീണ്ടും വിവാഹിതരായി എന്നാണ്. സഹോദരീ സഹോദരന്മാരുടെ വിവാഹം ഈശ്വരാണാം വചസ്സത്യം തഥൈവ ആചരിതം കൊച്ചിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സാധാരണ രീതിയിൽ നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് നമ്മൾ സഹോദരിയെ അല്ലെങ്കിൽ സഹോദരനെ വിവാഹം കഴിക്കില്ല. ഇവിടെ ഭഗവാന് വിധി നിഷേധങ്ങൾ ഒന്നും ബാധകമല്ല. ഭഗവാൻ എല്ലാത്തിൻ്റെയും സാരമാണ്, എല്ലാത്തിലും ചൈതന്യമായി നിൽക്കുന്ന ആളാണ്. ഭഗവാന് താനെന്നോ അപരനെന്നോ ചിന്തയില്ല, കേവലം ഒരു ലീലയാടുന്നു. അതുകൊണ്ട് ആ ദക്ഷിണയെ വിവാഹം ചെയ്തു. ഈ യജ്ഞൻ സ്വയംഭൂമനുവിൻ്റെ കൂടെ ആ സ്വർഗത്തിൻ്റെ കാവൽക്കാരനായി അല്ലെങ്കിൽ ദേവേന്ദ്രനായി സ്വർഗം ഭരിച്ചു, സ്വയംഭൂമനുവിനെ സഹായിച്ചു. അങ്ങനെ മനു സുനന്ദാ നദിയുടെ തീരത്ത് പതൈകേന ഭുവം സ്പൃശൻ, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട്, ഒരു കാലുകൊണ്ട് ഭൂമിയെ സ്പർശിച്ച് വർഷശതം, എത്രയാ 100 വർഷക്കാലം തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത സമയത്ത് പറയുന്നുണ്ട്, ഈ ലോകം മുഴുവൻ ഭഗവാനാണ്. ആത്മാവാസ്യമിതം വിശ്വം യൽ കിഞ്ചൽ ജഗത്യാം ജഗൽ തേന ത്യക്തേന ഭുഞ്ജീത മാഗൃധ കസ്യ സിദ്ധനം. ആരുടെയും ധനം നമ്മൾ മോഹിക്കരുത്, എല്ലാം ഭഗവാന്റേതാണ്, ഭഗവാൻ മാത്രമാണ് നിത്യസത്യം എന്നുള്ള രീതിയിലൊക്കെ മനുവിൻ്റെ വാക്കുകൾ അവിടെ മുഴങ്ങി കേൾക്കണു ആ സുനന്ദാ നദിയുടെ തീരത്ത്. അപ്പോഴാണ് ആർത്തട്ടഹസിച്ചും കൊണ്ട് കുറേ അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ ഈ മനുവിനെ പിടിച്ചു തിന്നാൻ വന്നതും യജ്ഞൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവരെ മുഴുവൻ തോൽപ്പിച്ചു, അദ്ദേഹത്തെ രക്ഷിച്ചു. അങ്ങനെ ആദ്യത്തെ സ്വയംഭൂമനുവിൻ്റെ കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് പറഞ്ഞു സ്വാരോചിഷനാണ് അടുത്ത മനു. ഈ മന്വന്തരത്തിൽ ഭഗവാൻ വേദശിരസിൻ്റെയും തുഷിതയുടെയും പുത്രഭാവത്തിൽ വിഭുരിത്യഭിവിശ്രുത, വിഭു എന്ന പേരിൽ അവതരിച്ചു. ഭഗവാന് 88 സഹസ്രാണി, എത്രയാ 88,000 ശിഷ്യന്മാര് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ മനു ഉത്തമൻ എന്ന മനുവാണ്, പ്രിയവ്രതന്റെ പുത്രനാണ്. ഈ മന്വന്തരത്തിലാണ് ഭഗവാൻ ധർമ്മന്റെയും സൂനൃതയുടെയും പുത്രഭാവത്തിൽ സത്യസേനൻ എന്ന രീതിയിൽ സത്യവ്രത പരായണനായിട്ട് അവതരിച്ചത്. നാലാമത്തെ മന്വന്തരോ ഉത്തമന്റെ സഹോദരനായ താമസൻ മനുവായി മാറി. പ്രിയവ്രതന്റെ മറ്റൊരു പുത്രൻ, പ്രിയവ്രതൻ 2 വിവാഹം കഴിച്ചു എന്നുള്ളത് നമ്മൾ അന്ന് പഞ്ചമസ്കന്ധത്തിന്റെ ആദ്യത്തിൽ സ്മരിക്കേണ്ടായി. ബരിഹിഷ്മതിയെ, വിശ്വകർമാവിൻ്റെ മകളായ ബരിഹിഷ്മതിയെ ആദ്യം വിവാഹം ചെയ്തു. അതിൽ 10 പുത്രന്മാരുണ്ടായി. 3 പുത്രന്മാര് ഭഗവത് ഭജനം ചെയ്ത് ഭഗവാന്റെ ലോകത്തിലേക്ക് പോയി. ബാക്കി 7 പേർക്കായിട്ട് തൻ്റെ ഭൂമിയെ വീതിച്ചു കൊടുത്തു. ജംബു, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നിങ്ങനെയുള്ള 7 ദ്വീപുകളായിട്ട് വിഭജിച്ചു കൊടുത്തു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. അപ്പം ഇതിൽ മൂന്നാമത്തെ പിന്നീട് മറ്റൊരു വിവാഹം ചെയ്തു. അതിലാണ് 3 ആൺകുട്ടികളുണ്ടായത്, ഉത്തമൻ, താമസൻ, രൈവതൻ.
ആദ്യ ഭാര്യയിലുണ്ടായ പെൺകുട്ടിയാണ് ഊർജസ്വതി. ഊർജസ്വതിയെ വിവാഹം ചെയ്തത് അസുരഗുരുവായ ശുക്രാചാര്യർ. ആ ഊർജസ്വതിയിലുണ്ടായ പുത്രിയാണ് ദേവയാനി. ദേവയാനിയെ വിവാഹം ചെയ്തത് യയാതി. യയാതിക്ക് 5 പുത്രന്മാര്. അതിൽ ആദ്യത്തെ പുത്രനാണ് യദു. യദുവിൽ നിന്ന് യദുകുലമുണ്ടായി, യാദവകുലമുണ്ടായി. അതിൽ വൃഷ്ണിവംശത്തിൽ ഭഗവാന്റെ കൃഷ്ണാവതാരവും ഉണ്ടായി. അപ്പൊ ഈ കഥകളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണു എന്നാണ്. ഇവിടെ 4ാമത്തെ മന്വന്തരം ഉത്തമന്റെ സഹോദരനായ താമസൻ. ചതുർത്ഥ ഉത്തമ ഭ്രാത മനുർനാംനാച താമസ. ആ മന്വന്തരത്തിന് അതുകൊണ്ട് താമസമന്വന്തരം എന്ന് പേര്. ഈ താമസമന്വന്തരത്തിൽ ഭഗവാൻ ഹരിണിയുടെയും ഹരിമേധസിൻ്റെയും പുത്രഭാവത്തിൽ ഹരി എന്ന പേരിൽ അവതരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏന ഗജേന്ദ്രോ മോചിതോ ഗ്രഹാൽ. ഗജേന്ദ്രനെ ഒരു മുതലയിൽ നിന്ന് മോചിപ്പിച്ചു. ഇതാണ് നമ്മൾ കീർത്തനമായിട്ട് ചൊല്ലിയത്. അപ്പോൾ ഗജേന്ദ്രൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഭാഗവതത്തെ വ്യാഖ്യാനിക്കുന്ന സജ്ജനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, ഗജേന്ദ്രൻ നമ്മളൊക്കെ തന്നെയാണ്. ഗജേന്ദ്രൻ ഈ വലിയ താമരക്കുളത്തിൻ്റെ അടിയിലേക്ക് ആണ്ടാണ്ട് പോകുന്നത് പോലെ നമ്മളും ഓരോ ജീവനും, അതിന് സ്ത്രീ പുരുഷ ഭേദമോ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രഭേദമോ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ മാനപ്രസ്ഥൻ സന്യാസി എന്നുള്ള ഭേദമൊന്നുമില്ല. സന്യാസിയിലേക്കൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞേക്കാം. എങ്കിൽ പോലും ഈ സംസാരത്തിൽ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഇത്തരം പിടുത്തങ്ങൾ, ഗ്രാഹം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുന്നത്, നമ്മളെ പിടിക്കുന്നത്, അങ്ങനെ പിടിച്ചു വലിക്കാൻ ഇത്തരം ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണം? ഭഗവാനെ ഭജിക്കണം എന്ന് കാണിക്കുകയാണ്. നമ്മുടെ ധനം, നമ്മുടെ അധികാരം, നമ്മുടെ സൗന്ദര്യം, ഇതൊക്കെ നമ്മളെ പലപ്പോഴും അഹങ്കാരികളാക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഗജേന്ദ്രൻ എന്ന അതിലൂടെ തന്നെ നമുക്ക് കഥ പറഞ്ഞു തരുന്നത്. അപ്പം ആനകളുടെ രാജാവ്. ആന പൊതുവിൽ ആനയെ മതകരി എന്ന് പറയും. മതം ഉണരുന്നതാണ് ആനകളൊക്കെ തന്നെ. നമ്മൾ പറയും മതപ്പാടുണ്ട്, ഇപ്പം അടുത്തേക്ക് പോണ്ട. ഇതേപോലെ അതിൽ തന്നെ ഏറ്റവും കേമനായിട്ടുള്ള ആളാവുമ്പോഴോ അയാൾക്ക് അതിലേറെ മതമുണ്ടാവും. അങ്ങനെ മതിച്ചു നടന്നിരുന്ന ആ ഗജേന്ദ്രൻ എവിടെയാണ്? ത്രികൂടപർവ്വതത്തിൻ്റെ താഴെ, പാൽക്കടലിൻ്റെ മധ്യത്തിലാണ് ത്രികൂടപർവ്വതം. അതിൽ ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഋതുമത്ത് എന്ന വളരെ വിശേഷമായിട്ടുള്ളൊരു ഉദ്യാനം, വരുണൻ്റെ ഉദ്യാനം. ഈ വരുണൻ്റെ ഉദ്യാനത്തിലാണ് കരുണാസാഗരനായിരിക്കുന്ന ഭഗവാന്റെ പ്രിയഭക്തനായ ഈ ഗജേന്ദ്രൻ. പക്ഷേ ഗജേന്ദ്രന് ആനയായി മാറിയപ്പോൾ പഴയ കാര്യമൊക്കെ മറന്നുപോയി. പണ്ട് ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവായിരുന്നു ഭഗവാനെ തദാരാധനകാലേ എന്ന് പട്ടേരിപ്പാട്. അങ്ങനെ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അതാണ് പറയണത്. ഭഗവാന്റെ സങ്കല്പങ്ങൾ നമ്മുടെ വിചാരങ്ങൾക്കും അപ്പുറത്താണ്. അല്ലെങ്കിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ വരാമോ എന്നാണെങ്കിൽ ഒരു പക്ഷേ എത്രയൊക്കെ ഭജനം ചെയ്താലും പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരും എന്ന് കാണിക്കുകയാണോ? ആ പ്രാരബ്ധം അനുഭവിക്കുമ്പോൾ അതിന്ന് രക്ഷപ്പെടാൻ പ്രണവസ്വരൂപനായ ഭഗവാനെ ആശ്രയിക്കുക മാത്രമാണ് ഏകലക്ഷ്യം എന്ന് കാണിച്ചു തരാവും. അപ്പോൾ പറയുകയാണ് ഇവിടെ, ആ അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് ആനയായി മാറിയ ഈ ഗജേന്ദ്രൻ, ഈ കുഞ്ചരനാഥൻ, ഈ ഹസ്തീന്ദ്രൻ എന്താ ചെയ്തത്? അവിടെ ആ കാടിനെ മുഴുവൻ അടക്കി ഭരിച്ചു. ഈ കഥ ഏറ്റവും ചുരുക്കിയാണ് ശ്രീശുബ്രഹ്മർഷി ആദ്യം തന്നെ പറഞ്ഞത്. പക്ഷേ വീണ്ടും കേൾക്കാനുള്ള വലിയ മോഹം പരീക്ഷിത്ത് പങ്കുവച്ചു. ഇപ്പം ശ്രോതാക്കളുടെ താല്പര്യമാണ് വക്താവിന് കഥ പറയാനുള്ള താല്പര്യമായിട്ട് മാറുക. അത് ഇന്നല്ല, എന്നോ അങ്ങനെ തന്നെയാണ്. ശ്രീശുബ്രഹ്മർഷി മുതൽ ഇങ്ങോട്ട് ഏതൊരാചാര്യനും ആഗ്രഹിക്കുന്നത് എന്താ? ശ്രോതാക്കൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഇരിക്കണം. അവർക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവണം. അവർക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കഥ പറയാനും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ വിട്ടുപോയാലും എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് യഥാസ്ഥാനങ്ങളിൽ ഇരിക്കുക, നാമം ജപിക്കുമ്പോൾ മാത്രം ശബ്ദമുണ്ടാക്കുക, മറ്റു കാര്യങ്ങളും മറ്റു ചിന്തകളുമൊക്കെ ഒന്ന് മാറ്റിവെക്കുക. എങ്കിലേ കുറച്ചെങ്കിലും നമുക്കിത് മനസ്സിലാവുള്ളൂ.
ഇത് മനസ്സിലായോണ്ട് കാര്യമില്ല, അത് ജീവിതത്തിലേക്ക് പകർത്തണമെങ്കിലൊക്കെ വലിയ അനുഗ്രഹം വേണം. അപ്പം അതുകൊണ്ട് എത്ര സപ്താഹം കേട്ടു എന്നല്ല, അല്ലെങ്കിൽ എത്ര സപ്താഹത്തിന് ആചാര്യനായി എന്നുള്ളതിലൊന്നും വലിയ കഥയില്ല. എങ്ങനെ കേട്ടു, എങ്ങനെ പറയാൻ ഭഗവാൻ അനുഗ്രഹിച്ചു, ഇതാണ് പരമപ്രധാനമായിട്ടുള്ളത്. നമ്മൾ ആദ്യം കേട്ടു ഭക്തിദേവിയുടെ കഥ പറഞ്ഞപ്പോൾ അവിടെ ധുന്ധുകാരി എന്ന ഒരു മഹാപാപിയുടെ കഥ കേട്ടു. അദ്ദേഹം ഒരേ ഒരു തവണയാണ് ഈ ഭാഗവതം കേട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് സാരൂപ്യമുക്തി കിട്ടി. കാരണം എന്താ? അത്രയും ശ്രദ്ധയോടുകൂടിയാണ് കേട്ടത്, അത്രയും ശ്രദ്ധയോടുകൂടിയാണ് അതിനെ മനനം ചെയ്തത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഗജേന്ദ്രമോക്ഷം. പക്ഷേ ഇവിടെ ഈ ഗജേന്ദ്രൻ അവിടെ വെള്ളമന്വേഷിച്ച് അങ്ങനെ നടക്കുകയാണ്. കൂട്ടുകാരുണ്ട്, പിടിയാനകളുണ്ട്, മറ്റു കൊമ്പനാനകളുണ്ട്, ചെറിയ കുട്ടിയാനകളുണ്ട്. ഒരു ഗൃഹസ്ഥാശ്രമിയെ പോലെ തന്നെ ബന്ധുക്കളും കൂട്ടുകാരും ഭാര്യയും മക്കളുമൊക്കെ ആയിട്ടൊരു കുടുംബം നയിക്കുന്ന ഒരു ഗൃഹസ്ഥൻ. ആ ഗൃഹസ്ഥൻ ഭഗവാനെ മറന്നുകൊണ്ട് ജീവിക്കുന്നു. തീർത്ഥാടനത്തിന് പോകേണ്ടുന്നതിന് പകരം അടിച്ചു പൊളിക്കാൻ വിനോദയാത്രയ്ക്ക് പോകണു. അങ്ങനെയുള്ളൊരു ഗൃഹസ്ഥൻ്റെ അവസ്ഥ. ഈ യാത്ര തന്നെ തീർത്ഥാടനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ രണ്ട് നിലയ്ക്കും ഭൗതികമായും ആത്മീയമായും ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. മറിച്ച് പലപ്പോഴും എന്താ, മദ്യപിച്ചും മതോന്മത്തരായി ബോധമില്ലാതെ സഞ്ചരിക്കുന്നു. ഇതേപോലെ ആ മതം ഉണ്ടാക്കുന്നതാണ് മദ്യം. ഇവിടെ ഗജേന്ദ്രനും അങ്ങനെ തന്നെയാണ്. ഗജേന്ദ്രൻ ഈ കാടിൻ്റെ നേതാവായി, രാജാവായി വാഴുന്നു. അതുകൊണ്ടാണ് ഗജേന്ദ്രൻ എന്ന പേര്. ആനകളുടെ മാത്രം ഇന്ദ്രനല്ല, ആ കാടിൻ്റെ കൂടി രാജാവായി മാറിയിരിക്കുന്നു ഈ ആന. അങ്ങനെ യദ്ഗന്ധമാത്രാധരയോ ഗജേന്ദ്ര, ഈ ആനയുടെ ഗന്ധം, നമ്മൾ പറയില്ലേ ആനച്ചൂര് എന്നൊക്കെ പറയും. ആന വരുമ്പോൾ ഒരു ഗന്ധം ഉണ്ടാവും, ആ കാറ്റിലൂടെ അതിങ്ങനെ വരും. ഇത് ആ ഗന്ധം അടിക്കുമ്പോൾ തന്നെ അതിഭയങ്കരന്മാരായിരിക്കുന്ന പുലി, സിംഹം, കരടി, കാട്ടുപോത്ത് ഇതൊക്കെ പേടിച്ച് അവിടുന്ന് ദാ ഭയാദ്രവന്തി മഹോരഗാശ്ചാപി, ചില വലിയ വിഷപ്പാമ്പുകൾ പോലും പേടിച്ച് അവിടുന്ന് ഓടിപ്പോവും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റ് ചെറുജീവികളുണ്ട്. ഹരിണോ ശശാദയാശ്ചരന്ത്യഭീത യദനുഗ്രഹേണ. ഈ ഗജേന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് സാധാരണ സാധുജീവികൾ, മുയല്, മാൻ തുടങ്ങിയൊക്കെ സുഖമായിട്ട് ആ കാട്ടിൽ കഴിഞ്ഞു. ഇങ്ങനെ ഗജേന്ദ്രൻ ശിഖരങ്ങളൊക്കെ തട്ടിമാറ്റി ചിലതൊക്കെ ഒടിച്ചു കളഞ്ഞ് ചിഹ്നം വിളിച്ച് ആകപ്പാടെ സാ ഘർമ്മതപ്താണ്, ചൂടുകൊണ്ട് വലഞ്ഞേക്കാണ്. വെള്ളം എവിടെയും കിട്ടാനില്ല. അങ്ങനെ അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോൾ അവിടുന്ന് താമരപ്പൂവിൻ്റെ ഗന്ധം കാറ്റിലൂടെ. ആ കാറ്റിന് നല്ല തണുപ്പ്. സരോനിലം പങ്കജരേണുരൂഷിതം. അങ്ങനെ ആ തണുപ്പും ആ ഗന്ധവും പിടിച്ചെടുത്തു ഗജേന്ദ്രൻ. ഗജേന്ദ്രൻ കൂട്ടത്തിലുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തു, ഇവിടെ ഒരു താമരക്കുളമുണ്ട്, നമുക്ക് അങ്ങനെ അന്വേഷിച്ച് പോവാം. ഈ ഗന്ധം പിടിച്ച് അവരവിടെ ചെന്നു. അതാ അതിമനോഹരമായ താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു കുളം. ആ കുളത്തിലേക്ക് കടന്നു. ആ കുളത്തിൽ അവിടെ ഏതാ നിരവധി താമരപ്പൂക്കളുണ്ട്. ആ താമരപ്പൂക്കളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പൂക്കളോ കണ്ണനു അർച്ചന ചെയ്യുവാൻ എന്നൊരു ചിന്ത നമുക്കുണ്ടാവണ്ടേ. അതല്ലാതെ മറ്റുള്ളതിന് വേണ്ടിയിട്ടല്ല. ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾക്കൊരു പൂവ് തലയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാന് സമർപ്പിച്ച് തലയിൽ വെച്ചോളൂ. അപ്പം അത് വെറും പൂവല്ലാതായി മാറി, അത് ഭഗവാന്റെ പ്രസാദമായി മാറി. തലയിൽ ഒരു മുല്ലപ്പൂവ് വെക്കണമെങ്കിൽ അതിനു മുമ്പേ അത് ഭഗവാന്റെ വിഗ്രഹത്തിലൊന്ന് ചാർത്തുക, എന്നിട്ട് അത് എടുക്കുക, സന്തോഷത്തോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാന് എല്ലാ സമയവും മുല്ലപ്പൂ ചാർത്തി നിൽക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ചാർത്തി നമ്മളെടുത്തു, തലയിൽ അണിഞ്ഞു. എത്ര ധന്യമായെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു റോസപ്പൂ എടുത്തു, ഭഗവാന് ഭക്തിയോടുകൂടി പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി എന്ന് പറയുന്നുണ്ടല്ലോ. ഭഗവാൻ ഭക്തിയോടുകൂടി അവിടെ സമർപ്പിച്ച് കുറച്ചു നേരം ഒന്ന് തൊഴുക. ഒരു 12 വട്ടം ഭഗവാന്റെ നാമം ജപിക്കുക. അത് കഴിഞ്ഞ് അത് എടുക്കുക, നമ്മുടെ മുടിയിൽ ചൂടാം. അത് ഏതു വസ്തുവുമാവട്ടെ എന്നാണ്. ചില ആളുകളൊക്കെ അങ്ങനെയുണ്ട്, എന്ത് ഗൃഹത്തിൽ കൊണ്ടുവന്നാലും അത് പൂജാമുറിയുടെ മുമ്പിൽ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്ന ആ വിഗ്രഹത്തിന് മുമ്പിൽ കൊണ്ടുവച്ചിട്ട്
എടുക്കുള്ളൂ. ഏത് വസ്തുവും അങ്ങനെ ചിന്തിക്കുക എന്നൊക്കെ ഉള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഏതായാലും ഇവിടെ ഗജേന്ദ്രന് അത് തോന്നിയില്ല. ഗജേന്ദ്രന് തോന്നിയത് ഈ പൂക്കളൊക്കെ തൻ്റെ ഭാര്യമാരായിരിക്കുന്ന പിടിയാനകളുടെയും കുട്ടിയാനകളുടെയും കൂട്ടുകാരുടെയൊക്കെ നേർക്ക് വലിച്ചെറിയാനാണ് അപ്പം തോന്നിയത്. അപ്പോൾ വെള്ളം കുടിക്കുക എന്ന അത്യാവശ്യമായിട്ടുള്ള പ്രവൃത്തി കഴിഞ്ഞ് ഇപ്പോൾ വെള്ളത്തിൽ കളിക്കുകയും വെള്ളത്തിൽ കുളിക്കുകയും ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റുകയും ഒക്കെ ചെയ്തപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഗജേന്ദ്രൻ പെട്ടെന്ന് അറിയണു, പിൻകാലിന്മേൽ കടിച്ചു. എന്തോ ഒന്ന് തൻ്റെ കാലിൽ വന്ന് കടിച്ചതായിട്ട് തോന്നി. അതിശക്തനാണ് ഗജേന്ദ്രൻ. അപ്പോൾ ഗജേന്ദ്രൻ കാലൊന്ന് കുടഞ്ഞു, പക്ഷെ പോകുന്നില്ല എന്ന് മാത്രമല്ല ആ പിടി കൂടുതൽ ശക്തമാവുന്നുണ്ട് എന്ന് ഗജേന്ദ്രൻ തോന്നി. സ്വയമേവ പല രീതിയിൽ നോക്കി, വെള്ളത്തിനടിയിലാണ്, മുകളിലേക്ക് കയറി വരാൻ നോക്കി, സാധിക്കണില്ല. ആ പിടി ഇങ്ങനെ ശക്തമാവണു, താഴേക്ക് വലിച്ചും കൊണ്ടിരിക്കണു. കൂട്ടുകാരെ വിളിച്ചു, എന്നെ രക്ഷിക്കൂ. അവർ കൂടി ഒരുമിച്ച് വലിക്കാൻ നോക്കി. എത്രയോ പേർ ആ ഗജേന്ദ്രൻ്റെ തുമ്പിക്കൈയിൽ പിടിച്ച് വലിക്കാൻ നോക്കിയിട്ടും കരീഗണങ്ങളോ കരിയെമെല്ലവേ, ആ ആനക്കൂട്ടങ്ങൾ ആ കരിയെ വലിച്ചു മുകളിലേക്ക് കൊണ്ടുവരാൻ നോക്കി. കരിക്ക് സാധിക്കില്ല, ഹരിക്കേ സാധിക്കുള്ളൂ എന്ന് കാണിക്കുകയാണ് ഭാഗവതം ഗജേന്ദ്രമോക്ഷത്തിലൂടെ. അങ്ങനെ ഇവരൊക്കെ പിടിച്ചു വലിച്ചു നോക്കി, ഒരു നിവൃത്തിയുമില്ല. കുറേ കഴിയുമ്പോൾ എന്താവും, അവരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകണം. ഇതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ അവസ്ഥയാണ് ഇത് എന്ന്. നമുക്കൊരു രോഗം വന്നാൽ, നമുക്കൊരു ദുരിതം വന്നാൽ, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടുകൾ വന്നാൽ ഒക്കെ ആദ്യമൊക്കെ സഹായിക്കാൻ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ വന്നേക്കാം, വളരെ അടുപ്പമുള്ള ആളുകൾ. അത് കഴിഞ്ഞ് പതുക്കെ അവർ മനസ്സിലാക്കും ഇത് നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ല, നമുക്ക് ഇവിടുന്ന് പോവുക, നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മുടെ കാര്യം കൂടി കഷ്ടത്തിലാവും. അങ്ങനെ ആ ജീവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി, വലിയ സൂക്കേടാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയി തൻ്റെ ധനം കൊണ്ടോ തൻ്റെ ആ കഴിവ് കൊണ്ടോ അധികാരം കൊണ്ടോ തൻ്റെ ബന്ധുബലം കൊണ്ടോ ഒന്നും ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർമാർ പരസ്പരം സംസാരിക്കുന്നത് അബോധാവസ്ഥയിലാണെങ്കിലും കേൾക്കുന്നു. ഇനി വലിയ രക്ഷയൊന്നുമില്ല, അറിയിക്കേണ്ടവർ അറിയിച്ചോളൂ എന്ന് തൻ്റെ ബന്ധുക്കളോട് പറയുമ്പോൾ അവർ കണ്ണീര് തുടച്ച് പുറത്തേക്ക് നടന്നു പോകുന്നത് അബോധ മനസ്സിൽ എങ്ങനെയോ അറിയുന്ന ആ ജീവൻ പലപ്പോഴും ICU അല്ലേ, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന ആ ജീവൻ അപ്പോഴാണ് ICU എന്ന അവസ്ഥയിലേക്ക് എത്തുക. ഞാൻ നിന്നെ കാണുന്നു എന്നൊരവസ്ഥയിലേക്ക്. ആരെയാ കാണുന്നത്? ആ ഭഗവാനെ. തൻ്റെ ഉള്ളിൽ ചൈതന്യമായിരിക്കുന്ന ആ ഭഗവാനെ കാണുകയും ആ ഭഗവാനെ വിളിച്ച് ഉറക്കെ കരയുകയും ചെയ്യുമ്പോൾ എല്ലാം മറന്ന് ദേഹബോധമില്ലാതെയായി രക്ഷിക്കണേ എന്ന ഭാവത്തിൽ വിളിക്കുമ്പോൾ ഭഗവാൻ അവിടേക്ക് എത്തുക തന്നെ ചെയ്യും എന്ന് ഭാഗവതം കാണിക്കുന്നു. ഗജേന്ദ്രനും അതെ, ഇവരാരും തനിക്ക് രക്ഷയായിട്ട് വരുന്നില്ല. ഓരോരുത്തരായി മടങ്ങിപ്പോണു. താൻ എത്രയും സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയ സഖികൾ പോലും മെല്ലെ മെല്ലെ ആ പിടിയാനക്കൂട്ടം കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് പോവുകയാണ്. താൻ ആ സംസാര സാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു ജീവനെ പോലെ ആ താമരപ്പൂക്കൾ നിറഞ്ഞ ആ സരസിൻ്റെ ആഴങ്ങളിലേക്ക് പതുക്കെ താണുപോണു. അങ്ങനെ എത്രയോ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. പിടിവലിയുമായിട്ട് കരജീവിയായ ആനയുടെ ശക്തി കുറയുമ്പോൾ ജലജീവിയായ മുതലയുടെ ശക്തി കൂടുന്നു. ആനയുടെ രക്തം കുടിച്ച് ആനയ്ക്ക് ക്ഷീണമായി. അങ്ങനെ ആരോരുമില്ലാ തനിക്ക് എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഗജേന്ദ്രനും ഓർമ്മ വന്നു. ആ മുജന്മത്തിൽ താൻ ചെയ്ത ആ ഭഗവൻ നാമസങ്കീർത്തനം ഓർമ്മ വന്നു. താനിവിടെ സ്തുതിക്കേണ്ടത് ആ നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെയാണ് എന്ന് തീർച്ചപ്പെടുത്തി. ഓം നമോ ഭഗവതേ തസ്മൈ യതയേതച്ചിദാത്മകം പുരുഷായാദിബീജായ പരേശായാഭിധീമഹി. ഭഗവാനെ വിളിച്ച് കരയാൻ തുടങ്ങി. ഓരോ മന്ത്രങ്ങളും അവസാനിക്കുമ്പോൾ
താൻ തുമ്പിക്കൈ കൊണ്ട് എത്തിച്ചു പിടിക്കാവുന്ന താമരപ്പൂക്കൾ പറിച്ചെടുത്ത് ആ താമരക്കണ്ണനായിരിക്കുന്ന ഭഗവാന്റെ താമരയും തോൽക്കുന്ന പാദങ്ങളിലേക്ക് അർച്ചിക്കുന്നത് പോലെ അർച്ചിക്കാൻ തുടങ്ങി. യസ്മിന്നിദം യതശ്ചേദം യേനേദം യയിദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. പറഞ്ഞു, നയസ്യ ദേവാ ഋഷയപദം വിദുർജന്തു പുനഃകോർഹതി ഗന്ധുമീരിതും. ദേവന്മാരും ഋഷീശ്വരന്മാർക്ക് പോലും അങ്ങേ അറിയാൻ സാധിക്കില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഒരു മൃഗശരീരത്തിലുള്ള എനിക്ക്, ഒരു ജന്തുവായ എനിക്ക് അവിടുത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുക? അവിടുന്ന് പല പല വേഷങ്ങൾ കെട്ടുന്നു, ഒരു നടനെ പോലെ. അപ്പോൾ പിന്നെ എങ്ങനെ അറിയാൻ സാധിക്കും എനിക്ക്? പറയണു, പക്ഷേ ഭഗവാനെ തസ്മൈ നമ, അവിടുത്തെ ഞാൻ നമസ്കരിക്കണു. പരേശായ ബ്രഹ്മണേ അനന്തശക്തയേ അരൂപായോരു രൂപായ നമ ആശ്ചര്യകർമ്മണി നമ ശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ. അവിടുന്ന് ആരാണ്? ഭക്തന്മാർക്ക് ശാന്തനാണ്, ദുഷ്ടന്മാർക്ക് അവിടുന്ന് ഘോരനാണ്, അജ്ഞന്മാർക്ക് അവിടുത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെയുള്ള അവിടുത്തെ ആ ജ്ഞാനം, ആ ഘനീഭവിച്ചിരിക്കുന്ന സാന്ദ്രാനന്ദം, അല്ലേ, സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പട്ടേരിപ്പാട് പറയുന്ന ആ സച്ചിദാനന്ദ കട്ട, അതേപോലെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായിരിക്കുന്ന അവിടുത്തെ ഞാനിതാ നമസ്കരിക്കും. അവിടെ ഭഗവാന്റെ സഗുണസ്വരൂപത്തെ ഒരിടത്തും പറയണില്ല ഗജേന്ദ്രൻ എന്നാണ്. സാധാരണ വനമാലി, അല്ലേ, വനമാല ധരിച്ചവൻ, മഞ്ഞപ്പട്ടുടുത്തവൻ, മകരകുണ്ടലങ്ങൾ ധരിച്ചവൻ, അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും ഇതൊന്നും ഒന്നുമില്ല. പറയാണ്, ഗുണാരണിച്ഛന്ന ചതുഷ്മപായ തൽക്ഷോഭ വിസ്ഫൂർജിതമാനസായ നൈഷ്കർമ്മ്യഭാവേന വിവർജിതാഗമസ്വയം പ്രകാശായ നമസ്കരോമി. ആത്മാത്മജാപ്തഗൃഹവിത്തജനേഷു സക്തൈ ദുഷ്പ്രാപണായ. അവനെക്കുറിച്ചും അവൻ്റെ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഗൃഹത്തെക്കുറിച്ചും ധനത്തെക്കുറിച്ചുമൊക്കെ ആസക്തിയുള്ള ആളുകൾക്ക്, ദുഷ്പ്രാപണായ, അവർക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തവനാണ് അവിടുന്ന്. അങ്ങനെ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവതേ നമ ഈശ്വരായ. മുക്താത്മഭി, മുക്തി നേടിയ ആളുകൾക്ക്, ഋഷീശ്വരന്മാർക്ക് സ്വഹൃദയേ പരിഭാവിതായ, അവരവരുടെ ഹൃദയത്തിൽ മിന്നിത്തിളങ്ങുന്ന അവിടുത്തെ അടിയനതാ നമസ്കരിക്കണു ഭഗവാനെ. അവിടുന്ന് അടിയനെ അനുഗ്രഹിക്കണേ. അവിടുന്ന് ദേവനാണോ? അല്ല. അവിടുന്ന് അസുരനാണോ? അല്ല. അവിടുന്ന് തിര്യജാതിയാണോ? അല്ല. അവിടുന്ന് മനുഷ്യനോ മൃഗമോ ഒന്നുമല്ല. അവിടുന്ന് സ്ത്രീയല്ല, അവിടുന്ന് പുരുഷനല്ല, അവിടുന്ന് ഷണ്ഡനല്ല, അവിടുന്ന് ജന്തുവല്ല. ഇങ്ങനെ എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്ന സ്വയംപ്രകാശായ സ്വരാട്ടായി മിന്നിത്തിളങ്ങുന്ന അവിടുത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. എല്ലാം നിഷേധിച്ച് അവസാനം നയിതി എന്ന് പറഞ്ഞ് എന്തിലേക്ക് എത്തുന്നുവോ ആ ചൈതന്യത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. ഗജേന്ദ്രന് തോന്നേണ്ടത് തോന്നി. അങ്ങനെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു. നമോ നമസ്തുഭ്യമസഹ്യവേഗ ശക്തിത്രയായ അഖിലധീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കദിന്ദ്രിയാണാമനവാപ്യവർത്മനെ നായം വേദസ്വമാത്മാനം യച്ഛക്ത്യാഹം ധിയാഹതം തം ദുരത്യയ മാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. നോക്കൂ, ഗജേന്ദ്രൻ ഒന്നുകൂടി പറഞ്ഞു, ജിജീവിഷേ നാഹമിഹാമുയാകിം അന്തർബഹിശ്ച ആവൃതയേ ഭയോന്യ. ഈ അകത്തും പുറത്തും അജ്ഞാനം മാത്രമുള്ള ഈ ആനയുടെ ജന്മത്തിൽ ജീവിക്കാൻ ഇനി എനിക്ക് ആഗ്രഹമില്ല. മുതലപ്പിടുത്തത്തിൽ നിന്ന് രക്ഷ എന്ന് പറഞ്ഞാൽ വീണ്ടും ആനയായി ഗജേന്ദ്രനായി ജീവിക്കാനല്ല, മറിച്ച് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ലയിച്ചു ചേരാൻ, ആ ജ്ഞാനത്തിലേക്ക് ചേരാനാണ് അടിയൻ ആഗ്രഹിക്കുന്നത്.
ഓടിയെത്തണേ, ഓടിയെത്തണേ. ഓരോ പദങ്ങളുടെയും ശക്തി കുറയുന്നതിനനുസരിച്ച് അവിടെ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിക്കുന്ന ഗജേന്ദ്രനിൽ ഭക്തി കൂടിക്കൂടി വന്നു. ശക്തി പലപ്പോഴും ഭക്തിക്ക് വിരുദ്ധമാണ്. പലതരത്തിലുള്ള ശക്തിയുണ്ട്. സൗന്ദര്യശക്തി, അധികാരശക്തി, ധനത്തിൻ്റെ ശക്തി, ഉന്നത കുലത്തിൻ്റെ ശക്തി, ഇങ്ങനെ പല ശക്തികളും നമുക്കുണ്ടാവും. എന്നാൽ ഈ ശക്തികളൊന്നും ശക്തിയല്ല എന്നും യഥാർത്ഥ ശക്തി ആ ഭഗവാനിലുള്ള നിഷ്കാമ ഭക്തിയാണ് എന്നും അറിയുന്നൊരു സമയം ഗജേന്ദ്രനിലൂടെ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു തത്വം അതാണ്. അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല. സ്വന്തമെന്ന് പറയാൻ നമ്മുടെ പേര് പോലും നമ്മുടെ സ്വന്തമല്ല, നമുക്ക് തന്നതാണ്. അച്ഛനും അമ്മയും തന്ന ഒരു ജന്മം, അവർ നൽകിയൊരു പേര്, ഗുരുനാഥൻ തന്ന വിദ്യാഭ്യാസം, ഇങ്ങനെ സത്യത്തിൽ ഈ ജീവിതത്തിൽ അഹങ്കരിക്കാനൊന്നുമില്ല മനുജ എന്ന് ഈ ആനക്കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ആനക്കഥ കഴിഞ്ഞ് ഇനി ആമക്കഥയിലേക്ക് എത്തുമ്പോഴേക്കും ഇത് തന്നെയാണ് ദേവേന്ദ്രൻ്റെ ഇവിടെ ഗജേന്ദ്രനാണെങ്കിൽ അവിടെ ദേവേന്ദ്രനാണ് ശക്തി കൊണ്ട് അഹങ്കരിക്കുന്നത്. ഇവിടെ ഗജേന്ദ്രൻ ഇത്തരത്തിൽ ഭഗവാനെ വിളിച്ച് കരഞ്ഞപ്പോൾ ബ്രഹ്മരുദ്രാദിദേവന്മാർക്ക് മനസ്സിലായി ഇത് സഗുണോപാസനയല്ല, നമ്മുടെയും ദേവദേവനായ ആ ഭഗവത് സ്വരൂപത്തെയാണ് വിളിക്കണത് എന്ന് വിചാരിച്ച് അവരാരും പോകാതിരുന്നപ്പോൾ തത്ര അഖിലാമരമയോ ഹരിരാവിരാസീൽ, അവിടെ ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചു. ഗജേന്ദ്രൻ അവസാനത്തെ താമരപ്പൂവ് ആ തുമ്പിക്കൈയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ പുണ്ടരീകാക്ഷന് സമർച്ചന ചെയ്യാനായിട്ട് താമരപ്പൂ ഉയർത്തി ഇങ്ങനെ പിടിച്ചു. താഴേക്ക് പോവുകയാണേ ഭഗവാനെ, ഇനിയൊരു താമരപ്പൂ പോലും സമർപ്പിക്കാൻ എനിക്ക് കഴിയില്ല, എൻ്റെ ശക്തി ഇല്ലാതെയായി എന്നങ്ങോട്ട് തീർച്ചപ്പെടുത്തിയപ്പോൾ, തൻ്റെ ശക്തി മുഴുവൻ തീർന്നു എന്ന് മനസ്സിലായപ്പോൾ അവിടെ ഭക്തിയാണ്, ഗജേന്ദ്രൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തിയാണ് ഗജേന്ദ്രൻ്റെ കയ്യിൽ വിടർന്നു നിൽക്കുന്ന ആ താമരപ്പൂവ് എന്ന് തിരിച്ചറിഞ്ഞ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ആ ചക്രം കൊണ്ട് നക്രത്തിൻ്റെ ശിരസ് അറുത്തു. ഭഗവാൻ ഗജേന്ദ്രൻ വിളിച്ചു കരഞ്ഞപ്പോൾ ആ ഓരോ സ്തോത്രത്തിൻ്റെയും പുണ്യം ഗജേന്ദ്രൻ്റെ കാലിൽ വിടാതെ പിടിച്ചു കിടന്ന മുതലയ്ക്കും കിട്ടി. സത്യത്തിൽ ഗജേന്ദ്രനെ കൊണ്ട് ഇത്തരത്തിൽ സ്തുതിപ്പിച്ചത് ഈ മുതലയാണല്ലോ. മുതലയുടെ അതികഠിനമായ ആ പിടിച്ചു വലിച്ചപ്പോഴാണല്ലോ ഗജേന്ദ്രന് ഭഗവാനെ വിളിക്കാൻ തോന്നിയത്. അതുകൊണ്ട് ഗജേന്ദ്രന് ആദ്യം ഭഗവാൻ മോക്ഷം കൊടുത്തു. ചക്രപാണി പാണി സ്പർശാൽ നക്രപാശം പൊട്ടി. നക്രത്തിൻ്റെ ആ കയറിനെ മുറിക്കാൻ ചക്രം എയ്തു ഭഗവാൻ. എന്നിട്ടോ ആ നക്രം ഒരു ഗന്ധർവനായി മാറി. പണ്ട് ആ ദേവല മഹർഷിയുടെ ശാപം കൊണ്ട് ഹൂഹു എന്ന ഗന്ധർവൻ ഇപ്പതാ ഗ്രാഹമായി മുതലായി മാറിക്കിടക്കുകയായിരുന്നു. ദേവല മഹർഷി കുളിക്കാനിറങ്ങിയപ്പോൾ വെള്ളത്തിലൂടെ മുങ്ങാങ്കുഴിയിട്ട് വന്ന് കാലിൽ പിടിച്ചു വലിച്ചപ്പോൾ പറഞ്ഞു, നീ ഇപ്പം എൻ്റെ കാലിൽ പിടിച്ചില്ലേ, ഇനിയൊരു ഭക്തൻ്റെ കാലിൽ പിടിച്ച് കുറേ കാലം കിടക്കാറാവട്ടെ, അവനിൽ ഭക്തി ഉണരുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്താണ് ഭക്തിയുടെ ശക്തി എന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെയാണ് മുതലയായി മാറിയത്. അപ്പോൾ ഗജേന്ദ്രൻ ഓരോ തവണ ഭഗവാനെ വിളിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് വലിക്കാൻ ആ മുതല തീരുമാനിച്ചു. അങ്ങനെ ഓരോ വലിയിലും അവിടെ ഗജേന്ദ്രൻ്റെ വിളി ഉയർന്നുയർന്നുയർന്ന് കേൾക്കാൻ തുടങ്ങി. എവിടെ വിളി പൊങ്ങുന്നിതവിടെ ഭഗവാൻ വരും, എല്ലാം മറന്നു വിളിക്കുവിൻ ഭക്തരെ, കരളുരുകിയൊന്നു വിളിച്ചെങ്കിലൻ പുരാൻ കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളമാരെയും. കരളുരുകണം. കരളുരുകാൻ ദുഃഖത്തിൻ്റെ ചൂട് തട്ടുമ്പോഴാണ് കരളുരുക. അപ്പോഴേ നമുക്ക് ഉറക്കം വിളിക്കാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ മറ്റു പലതും ഈ ഗജേന്ദ്രനെ പോലെ നടക്കാനാവും നമുക്ക് താല്പര്യം. എന്നാൽ എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ, മറ്റാരും എനിക്ക് രക്ഷയില്ല എന്ന് ഉറപ്പാവുമ്പോൾ, കരളുരുകുമ്പോൾ, ആ കനവിൽ ആ കാർമേഘവർണ്ണൻ്റെ കാരുണ്യത്തിനായിട്ട് മോഹിക്കുമ്പോൾ
കനിവിൻ്റെ കിനിവായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. ഉറക്കെ വിളിക്കണം. ഞാൻ എന്ന ബോധമില്ലാതെയാവണം. അഹന്തയും മമതയും ഇല്ലാതെയാകുന്ന ആ സന്ദർഭത്തിൽ തീർച്ചയായും ആനന്ദസ്വരൂപനായ ആ മാധവൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും എന്ന് കാണിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കണ്ടപ്പോൾ കാണാൻ പോലും സാധിച്ചില്ല ഗജേന്ദ്രന് ആദ്യം. കാരണം എന്താ? ആ മുതലെങ്ങനെ പിടിച്ചു വലിച്ചേക്കാണ്. മുതലയുടെ ആ കയറങ്ങോട്ട് മുറിച്ചപ്പോൾ, വലിച്ചു കെട്ടിയ ഒരു കയറ് അങ്ങോട്ട് മുറിച്ചു കളയുമ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ളത് അങ്ങോട്ട് ഉയർന്നു പൊങ്ങില്ലേ? അതേപോലെ ഗജേന്ദ്രൻ വെള്ളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുമ്പോൾ സ്വന്ത സരസ്വരുബലേന ഗൃഹീത ആർത്തോ ദൃഷ്ട്വാ ഗരുന്മതി ഹരിം ഖ ഉപാത്ത ചക്രം. മുമ്പിൽ ഇങ്ങനെ കണ്ടു ആ ഗരുഡന്റെ പുറത്ത് ഭഗവാൻ മിന്നിത്തിളങ്ങുന്നു. തൻ്റെ കളിത്താമര കയ്യിൽ പിടിച്ചും കൊണ്ടിരിക്കുന്ന ആ കാർമേഘവർണ്ണന് തൻ്റെ കയ്യിലുള്ള അവസാനത്തെ ആ താമര കൊണ്ട് അങ്ങനെ അർച്ചിച്ചു, ഉറക്ക വിളിച്ചു, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് ആ 14 അക്ഷരങ്ങളെ കൊണ്ട് 14 ലോകങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന പതിതന് എന്നും ആ ആശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചന്ദ്രശീതളിമ പകർന്നു കൊടുക്കുന്ന ഭഗവാനെ കണ്ട് ഉറക്ക വിളിച്ചും കൊണ്ട് ആ താമര പൂവ് അർച്ചിക്കുന്നു. ഭഗവാനോ? ഭഗവാൻ ആ മുതലയ്ക്ക് മോക്ഷം കൊടുത്തു. മുതല ഗന്ധർവനായി മാറി ഭഗവാനെ നമസ്കരിച്ച് അവിടുന്ന് ഇതാ യാത്രയായി. പ്രണമ്യ ശിരസാധീശമുത്തമ ശ്ലോകമവ്യയം അഗായത യശോധാമ കീർത്തന്യ ഗുണസൽക്കഥം സോനുകമ്പിത ഈശേന പരിക്രമ്യ പ്രണമ്യതം. അങ്ങനെ വീണങ്ങനെ നമസ്കരിച്ചു. ലോകസ്യ പശ്യതോ ലോകം സ്വമകാൽ മുക്തകൽബിഷ. എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടിയ ആ ഗന്ധർവൻ അവിടുന്ന് യാത്രയായി. അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞ് നരേ ഗജേന്ദ്രോ ഭഗവൽ സ്പർശാൽ വിമുക്തോ അജ്ഞാനബന്ധനാൽ. ഗജേന്ദ്രൻ ആ ഭഗവാൻ ഗജേന്ദ്രന്റെ തുമ്പിക്കൈയിൽ പിടിച്ച് അങ്ങോട്ട് മുകളിലേക്ക് വലിച്ചപ്പോൾ പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാശ്ചതുർഭുജ. കണ്ണാടിയിൽ കാണുന്നത് പോലെ, ബിംബപ്രതിബിംബങ്ങൾ പോലെ ഭഗവാനും ഭക്തനും. കണ്ണാടിയല്ല ഇത്, കണ്ണനാടിയ ഒരു ലീലയാണിത് എന്ന് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഗജേന്ദ്രൻ ഭഗവാനെ പോലെയായി മാറി. അജ്ഞാനത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് ജ്ഞാനഘനനായിരിക്കുന്ന ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എങ്കിൽ എന്നെ പോലെ തന്നെ ആക്കാം എന്ന് പറഞ്ഞ് ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച് അതേപോലെ ഗജേന്ദ്രനും മാറി. 2 താർക്ഷ്യന്മാരിലേറി 2 പേരുമൊപ്പം അല്ലലെന്നെ പരസ്പരം സല്ലപിച്ചും കൊണ്ട് നീലവർണം ചേർന്ന വാനിൽ ചേലിയറ്റി പൊങ്ങി. ആകാശവീഥിയിലേക്ക് ഉയർന്നു പൊങ്ങിയ ആ ഭക്തനെയും ഭഗവാനെയും തൻ്റെ ആ മധുരമനോഹരമായ അക്ഷരങ്ങളെ കൊണ്ട് പൂജ നടത്തുകയാണ് ഭക്തശിരോമണി വാഴകുന്നു. ഭഗവാൻ പോകുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഈ ഗജേന്ദ്രമോക്ഷം കഥ ഇവിടെ എന്നെയോ നിന്നെയോ ഈ സരസ്സിനെയോ ഈ പർവ്വതത്തെയോ ഈ കാടിനെയോ ഇവിടുത്തെ മുളയെയോ ഇവിടുത്തെ പുല്ലിനെയോ എന്ന് വേണ്ട, ഇതുമായി ബന്ധപ്പെട്ട എന്തിനെങ്കിലും, ഞാനുമായോ ഗജേന്ദ്രനുമായോ ബന്ധപ്പെട്ട എന്തിനെങ്കിലും ഈ ഗജേന്ദ്രമോക്ഷം ഈ മുതലയെ വിചാരിച്ചാൽ പോലും ദദാമി വിമലാമ്മതിം, ഞാൻ എന്തു കൊടുക്കും? അവർക്ക് തീർച്ചയായും വിമലമായ ബുദ്ധി കൊടുത്ത് അവരെ ഞാനിതാ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ആകാശവീഥിയിലേക്ക്
ഉയർന്നു പൊങ്ങിയത് എന്ന് പറയുന്നു. അങ്ങനെ ആ ഗജേന്ദ്രമോക്ഷം കഥ. അതിനുശേഷം പിന്നീട് പറഞ്ഞ കഥയാണ് പാലാഴി മഥന കഥ. ആദ്യം ആനയുടെ കഥ, അതിനുശേഷം ആമയുടെ കഥ. ആനയെ രക്ഷിക്കാൻ ഭഗവാനെത്തി, ആമയായി രക്ഷിക്കാൻ ഭഗവാനെത്തി. രണ്ട് കഥകളാണ്. ഒന്ന് ആനയുടെ കഥയാണെങ്കിൽ മറ്റൊന്ന് ഭഗവാനിലൂടെ പാലാഴി മഥനം എന്ന കഥയിലൂടെ പാലാഴിയുടെ നാഥനായ ഭഗവാൻ ആടിയ മനോഹരമായ ലീല. ആ കഥ പറയുന്നതിന് മുമ്പ് നമുക്ക് ശര്യാദി മഹാരാജാവിൻ്റെ കഥ പാരായണം ചെയ്ത് തുടർന്ന് പാലാഴി മഥന കഥയിലേക്ക് എത്തിച്ചേരാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ